തന്റെ അനേക അനുഭവങ്ങൾ, കർത്താവ് തന്നെ സ്വർഗത്തിൽ കാണിച്ച കാര്യങ്ങൾ, നരകം കൊണ്ടുപോയി കാണിച്ച കാര്യങ്ങളെല്ലാം താൻ വിവരിച്ചു പറയുന്നതാണ്. അടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. ഇതിൽ കൂടെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, അനേകരെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വലിയ അനുഭവത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിച്ചു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ഷാരൻ എന്ന പെൺകുട്ടിയുടെ ചില അനുഭവങ്ങൾ നമ്മൾ വീക്ഷിക്കുകയുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് താൻ മരിച്ച് 1 മണിക്കൂർ സമയത്തേക്ക് സ്വർഗത്തിലേക്ക് തന്റെ ആത്മാവ് എടുക്കപ്പെട്ടതും അവിടെ വെച്ച് യേശുവിനെ ദർശിക്കുകയും യേശു തന്റെ രോഗത്തിന് സൗഖ്യം നൽകുകയും ചെയ്ത ഒരു അനുഭവമാണ് നാം ശ്രവിച്ചത്. അപ്പോൾ ഇതൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പലർക്കും പല ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവവചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായി വായിക്കുകയാണ്, യേശു ഉപമയായിട്ടല്ല, എന്നാൽ സംഭവം നടക്കുന്ന കാര്യമാണ് യേശു പറഞ്ഞത്. ഒരു ധനവാൻ ഉണ്ടായിരുന്നു, ഒരു ലാസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം ധനവാനെ കർത്താവ് വിശേഷിപ്പിച്ചത് താന് അവിടെ വളരെ ശോചനീയമായ അവസ്ഥയിൽ അഗ്നി നരകത്തിൽ വളരെയധികം ദാഹിച്ച് പരവശപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ. ലാസർ അബ്രഹാമിന്റെ മടി എന്ന് വിശേഷിപ്പിക്കുന്ന പറുദീസായിൽ അബ്രഹാമിന്റെ മടിയിൽ തന്നെ ഇരിക്കുന്നു. അബ്രഹാമിനെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധനവാൻ പറയുക, അണിവരിലേതൊരു തുള്ളി വെള്ളം എന്നെ ഒന്ന് തണുപ്പിക്കാനാ, ലാസറിന്റെ വിരലെ മുക്കി എനിക്കൊരു തുള്ളി വെള്ളം തരാമോ? അബ്രഹാം പിതാവ് പറഞ്ഞു, നിനക്ക് ഇങ്ങോട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ടോ വരാൻ കഴിയേയില്ല. പിതാവേ എന്നൊക്കെ വിളിച്ചെങ്കിലും നിന്നെ ഇങ്ങോട്ട് കയറ്റാൻ എനിക്ക് പറ്റത്തില്ല എന്നാണ് പറഞ്ഞതിന് സാരം. താൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 5 സഹോദരന്മാരുണ്ട് ഭൂമിയിൽ, അവരും ഞാൻ ജീവിച്ച പോലെ ജീവിക്കുന്നു, നല്ല പാരമ്പര്യമുണ്ട്, യഹൂദനാണ്, എന്നാൽ ദൈവമില്ലാതെ ജീവിക്കുന്നു. അവിടെ ഉള്ളവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഈ ലാസറിനെ ഒന്ന് വിട്ടു പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കും. അവർക്കെങ്കിലും എനിക്ക് വന്ന ഈ അനുഭവം ഉണ്ടായത്. അബ്രഹാം പിതാവ് ഇങ്ങനെയാണ് പറയുന്നത്, ഇവിടെ നിന്ന് ഒരുവൻ പോയി പറഞ്ഞിട്ട് കേട്ട് അവരാരും ഇങ്ങോട്ട് വരണ്ട. അവിടെ മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണ പുസ്തകമുണ്ട്. അത് കേട്ട് മനസ്സിലാക്കി വിശ്വസിക്കുന്നവർ ഇവിടെ വന്നാൽ മതി എന്ന് പറയേണ്ടിയായിത്തീർന്നു. ഈ സംഭവത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, അവിടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപിരിഞ്ഞു പോയാലും നാം എന്ന് പറയുന്ന വ്യക്തിത്വം അതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 90 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാലും 80 സംവത്സരം. അതിന്റെ പ്രതാപം കണ്ണുനീരും ദുഃഖവും അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. മറിയാമ്മ എന്ന ഞാൻ പറന്നു പോകേണ്ട വ്യക്തിയാണ്. ഈ മൺകൂടാരം ഇവിടെ കളഞ്ഞിട്ട് പറന്നു പോകുന്ന ഒരു ദിവസമുണ്ട് നാം എല്ലാവരും. അപ്പൊ നമുക്ക് മരണമില്ല. ഈ മൺകൂടാരം, ഈ മൺമയമായ ലോകത്തിലെ ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ ഇവിടെ കളഞ്ഞിട്ട് നാം എല്ലാവരും പറന്നു പോകും. എയ്തർ ടു ഹെൽ ഓർ ടു ഹെവൻ എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പോകുന്ന വ്യക്തിത്വത്തിന് യാതൊരു മാറ്റവുമില്ല. ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയും, ദാഹമുണ്ട്, പീഡ അനുഭവിക്കും, സുഖം ആണെങ്കിൽ സുഖം അനുഭവിക്കും, ഇവിടെ ഉള്ളവരെക്കുറിച്ച് ഭൂമിയിലുള്ളവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഇതെല്ലാം ഉള്ള നാമാണ് നിത്യയുഗങ്ങൾ, കോടി 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 യുഗങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞുവെങ്കിൽ ചില വർഷങ്ങൾക്ക് മുമ്പ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഗോഡ് ചാനലില് പലവട്ടം ആവർത്തിച്ച് കാണിച്ചൊരു ഷോ ഉണ്ട്. നൈജീരിയയിലുള്ള ഡാനിയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, താന് ഒരു ഘാട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ താനും തന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഒരു ആക്സിഡന്റിൽ പെട്ടു. ആ ആക്സിഡന്റിൽ വളരെ ഗുരുതരമായ പരിക്കേറ്റു. തന്റെ ഭാര്യ അവിടെ അതിലെ പോയൊരു വാൻ കൈകാട്ടി നിർത്തി തന്നെ ആ വാനിൽ കയറ്റി. എന്നാൽ വാനിൽ വെച്ച് താൻ മരണമടഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. തന്നെ മോർച്ചറിയിൽ വെച്ചു. 3 ദിവസം താൻ മോർച്ചറിലായിരുന്നു. ഇതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. എന്നാൽ ആ സമയത്ത് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്,
സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ ലഭിച്ചു. ആ വചനം മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ ഭാര്യ പ്രാർത്ഥിക്കാനിടയായി. കർത്താവേ, അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവിനെ എനിക്ക് തിരികെ ലഭിക്കണം. ആ പ്രിയ സഹോദര വിശ്വാസമാണ് എന്ന് ഞാൻ പറയട്ടെ. 3-ാം ദിവസവും താൻ ശവസംസ്കാരം നടത്തുവാൻ വിസമ്മതിക്കുകയും ആ സമയത്ത് റെനാൾഡ് ബോങ്കിയുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുകയും അവിടെ ഈ കോഫിനുമായിട്ട് അവർ കടന്നുപോയി. അപ്പൊ ബോങ്കിയോട് വിവരം പറഞ്ഞപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഡൗൺ സ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബോങ്കിയല്ല പ്രാർത്ഥിച്ചത്, ഈ തന്റെ ഭാര്യയും മറ്റു ചില സഹോദരന്മാരും കൂടെ കൂടി പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ടവൻ കണ്ണു തുറന്ന് തനിക്കുണ്ടായ അനുഭവം താൻ പറഞ്ഞത് ഇങ്ങനെയാണ്. തന്റെ ആത്മാവ് ആ വാനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദൂതന്മാർ ആ വാനിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെ തന്നെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി മനോഹരമായ ആ സ്വർഗരാജ്യമെന്നോ പരദീസായെന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. ആ മനോഹര രാജ്യത്തെത്തി അനേക കൊട്ടാരങ്ങൾ അവിടെ കാണുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ ദൂതൻ തന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടത്തെ പണിയെല്ലാം പൂർത്തിയായി. നിനക്കിവിടെ തന്നിരിക്കുന്ന വലിയൊരു അനുഭവമാണ്. അന്ന് ധനവാൻ അബ്രഹാം പിതാവിനോട് വളരെയധികം അപേക്ഷിച്ചിട്ടും അന്ന് ലാസറിനെ തിരികെ വിട്ടില്ല. എന്നാൽ ഇത് അന്ത്യകാലമായതുകൊണ്ട് യേശു തന്റെ അളവറ്റ സ്നേഹത്താൽ വല്ലഭദേനെയും ചിലർ കൂടെ രക്ഷിക്കപ്പെട്ട് ഈ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം എന്നുള്ള തന്റെ സ്നേഹത്താൽ, കരുണയാൽ, തന്റെ അളവറ്റ കൃപയാൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ നൽകുകയാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ തന്നെ ആ പർദീസായിലെ പല കാര്യങ്ങൾ കാണിച്ചു. പിന്നീട് കടൽ എന്നെ കൊണ്ട് കർത്താവ് കാണിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് സ്വർഗത്തിലും കടലുണ്ടോ? കർത്താവിന്റെ കുഞ്ഞേ സംശയമായിരുത്, ഇവിടെ എല്ലാം ഉണ്ട്. കാരണം ഭൂമി എന്ന് പറഞ്ഞത് നിങ്ങൾക്കിതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. എന്നാൽ ഭൂമി എന്റെ രാജ്യത്ത് വരുമ്പോൾ ഇവിടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ലേ, കർത്താവ് ഇതിനാണോ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്? ഇത് വേറൊരു ഫ്ലാറ്റ് ഏറിയാണല്ലോ എന്ന് ചോദിക്കത്തില്ലേ? ഇതൊരിക്കലും ഒരു ഫ്ലാറ്റ് സർഫസ് അല്ല, ഇവിടെ എല്ലാം ഉണ്ട്. നിന്റെ ആ ചെറിയ ബുദ്ധി നീ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് പറയുന്നു, അതുകൊണ്ടാണ് നീ ഇപ്പോൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകാം. ഒരു ശിശുവിന്റെ മനസ്സ് നമ്മൾ വരുമ്പോൾ, ഒരു ശിശുവിന്റെ നിഷ്കളങ്കത എന്റെ കർത്താവ് ഇതല്ല, ഇതിനപ്പുറം ദൈവം നടത്താൻ കർത്താവ് ശക്തനാവും. പ്രവൃത്തിയിൽ ഭയങ്കരമായ ദൈവമാണെന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുമെന്ന് മനസ്സിലാക്കി. നിശ്ചയമായി 70-80 സംവത്സരം ജീവിക്കാനുള്ള ഭൂമി ഇത്രയും വെറൈറ്റീസ് ഉള്ളതാണ് നമുക്ക് തോന്നുന്നെങ്കിൽ കോടി 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 യുഗങ്ങൾ ജീവിക്കാനുള്ള ആ മനോഹര രാജ്യം അതെന്തുവാ? അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ മടങ്ങൾ സൗന്ദര്യങ്ങളായിരിക്കണം. ഏതായാലും ഷാരിനത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. തീർച്ചയായിട്ടും മോളെ അത് കർത്താവ് കാണിച്ചത് നമുക്ക് തന്നെ ഇത് ചെയ്യാനല്ല, ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഇത് കേൾക്കുന്നവരെല്ലാം അത് പോയി കണ്ടതുപോലെയാണ്, അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ കർത്താവിനെ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. എന്നാൽ അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തർ തിരഞ്ഞെടുത്ത് കർത്താവ് കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയാ? ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പം 50% വിശ്വസിക്കും, 50% ഇതൊന്നുമില്ലെന്ന് പറയും. ബട്ട് വി ഡോണ്ട് കെയർ, അല്ലേ? നമുക്കത് വിഷയമല്ല. വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. എന്നാൽ കർത്താവ് കാണിച്ചത് പറയാനുള്ള ഒരു വലിയ ദൗത്യം ശാരീരിക നിക്ഷിപ്തമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പറ്റൂ. അത് കേട്ട് അനുസരിക്കാൻ, അത് മുഖാന്തരം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ചില ജീവിതങ്ങൾക്കിടയായി തീരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. തീർച്ചയായിട്ടും മനസ്സിലായി. അതുപോലെ തന്നെ കർത്താവ് പറയാൻ തുടങ്ങി, നമ്മൾ പാരമ്പര്യം പറയുന്ന പോലോ അല്ലെങ്കിൽ കെട്ടുകഥയോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാലും നമ്മളിനി പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എത്ര പാരമ്പര്യം പറഞ്ഞാലും ഇതൊന്നും കർത്താവോട് ചോദിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്നത്, നീ എനിക്ക് വേണ്ടി എത്ര ആത്മാക്കളെ നേടി? ഈ ചോദ്യത്തിന് മുന്നിൽ പലരും പകച്ചു നിൽക്കുന്ന ആ കാഴ്ച, ദൈവമേ, ഞാൻ ഇത്ര വർഷമായി, ഞാൻ 40 വർഷമായി, ഞാൻ 80 വർഷമായി ഈ ഒരു വിശ്വാസത്തിലാണ്. എന്നാൽ ഈ 80 വർഷം കൊണ്ട് മനസ്സിലാക്കാത്തത് കർത്താവ് കാണിച്ച് ഇത് കർത്താവ് പറഞ്ഞു, 40 ആ ഒരു വ്യക്തിയും ഇന്നലെ വന്നവനും എന്റെ രാജ്യത്ത് ഒരുപോലെയാണ്. ആ ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഇത് അതിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ ആ കടലിൽ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, കുഞ്ഞെ, നിനക്കൊരു കാര്യം അറിയണമോ?
ക്യാൻസർ, ട്യൂമർ, അങ്ങനെ അനേകം മാരക രോഗങ്ങൾ ഇതൊക്കെ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ഉണ്ട് കർത്താവെ ഞാൻ ചോദിച്ചു, അവന്റെ മൻ കുഞ്ഞെ ഇതൊന്നും ഞാൻ കൊടുക്കുന്നതല്ല. കാരണം പലർക്കും ഒരു തെറ്റിദ്ധാരണ, ഒരു രോഗം വരുമ്പോൾ നമ്മുടെ വിശ്വാസികൾ തന്നെ ഒരു പ്രയാസം വരുമ്പോൾ എനിക്ക് വലിയൊരു ബന്ധനം കിട്ടി, അല്ലെങ്കിൽ എനിക്കൊരു രോഗം ദൈവം എനിക്ക് തന്ന രോഗം എനിക്ക് ഇതായിട്ട് കർത്താവ് കിടപ്പിലാക്കി, എനിക്ക് ക്യാൻസർ ദൈവം അയ്യോ ഞാൻ അത് കേട്ടപ്പോൾ അതല്ല, ദൈവമല്ല ഇത് കൊടുക്കുന്നത്. ദൈവത്തോട് അകലുന്ന മനുഷ്യർക്ക് പിശാചിട്ട് കൊടുക്കുന്നതാണ് ഈ രോഗശക്തി എന്നും ദൈവം അത് സൗഖ്യമാക്കുന്ന ദൈവമാണെന്നും കർത്താവിനെ പഠിപ്പിച്ചു എന്നും. കർത്താവ് രോഗം വിട്ടുകൊടുത്താൽ ദൈവത്തിന് അത് സൗഖ്യമാക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാൽ അവൻ കൊടുക്കുന്ന രോഗം യേശുവിനെ വിളിച്ച് നമ്മൾ കരയുമ്പോൾ എന്റെ രോഗം നീ എനിക്ക് സൗഖ്യം തരണമേ എന്ന് മനുഷ്യൻ പറയുമ്പോൾ ദൈവം മനസ്സറിയുന്ന കർത്താവ് എന്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവൻ എന്റെ രോഗത്തിൽ സൗഖ്യം തരുന്ന കർത്താവ്, എന്റെ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, എന്റെ ദീനത്തിൽ എനിക്ക് സുഖം തരുന്ന കർത്താവ്, അതെ എന്നെ സൗഖ്യമാക്കും, നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് കർത്താവ് പറയുന്നു. നിനക്ക് മനസ്സുണ്ടോ എന്ന് മാത്രമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. വചനം ഇപ്രകാരം പറഞ്ഞു, ഇഫ് യു വുഡ് ബിലീവ് യു വുഡ് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇന്ന് നീ വിശ്വസിച്ചാൽ അവന്റെ മഹത്വം കാണും. കർത്താവ് ആരെയും നോക്കുന്നില്ല, നീ വേറെ എന്തോ ഒരു വിഭാഗത്തിലായിക്കോട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. ഇന്ന് നീ വിശ്വസിച്ചാൽ മാത്രം മതി, ദൈവം നിനക്കൊരു സൗഖ്യം തരും. ഒരുപക്ഷെ നിന്റെ മനസ്സ് തകർന്നിരിക്കുമായിരിക്കും, ഒരു ആന്തരിക സൗഖ്യം എന്റെ കർത്താവ് ഇന്ന് കൽപ്പിക്കാൻ തീർച്ചയായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ആ കുറെ നേരത്തെ സംസാരത്തിന് ശേഷം കർത്താവിന്റെ ആത്മാവിനെ കൊണ്ട് ഭൂമിയിലേക്ക് വിട്ടു. ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു. വീണ്ടും അടുത്ത ദിവസം കർത്താവ് പറഞ്ഞ സമയത്ത് എന്നെ വീണ്ടും കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അവിടെ ഈ പോയിട്ട് വരുമ്പോ ശരീരത്തിന് അത് മുഖാന്തരം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഈ ആത്മാവ് പോയിട്ട് തിരിച്ച് ശരീരത്തിലേക്ക് വരുമ്പോ, തിരിച്ച് ശരീരത്തിൽ കയറുമ്പോ എനിക്കൊന്ന് ഒരു സ്യൂട്ടാകാത്തുള്ളത് വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ വേണ്ട, ഇവിടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ആ ഫ്ലോറിലൊക്കെ ചവിട്ടുമ്പോ ഇവിടെ അല്ലല്ലോ ഞാൻ എത്രയും നേരം നിന്നത്, ഇവിടെ വേണ്ട, എത്രയും നേരം കർത്താവ് ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് പോകണം. അവിടെല്ലാം സ്വർണ്ണമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും തീർത്തും സ്വർണ്ണമാണ്. ഞാൻ ഓർക്കുക, കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്. ഇവിടൊക്കെ ഇതിനൊക്കെ ഷട്ടിക്കുന്നവർ, വാശി പിടിക്കുന്നവർ, ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ് ബഹളം വെക്കുന്നവർ അവിടെ ചെന്ന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. തീർത്തും സ്വർണ്ണം, അവിടെ ഒന്നും സ്വർണത്തെ തൊടാതെ ഏതായാലും നടക്കാൻ പറ്റത്തില്ല, അതുപോലെ സ്വർണം അവന്റെ രാജ്യ. ആ തങ്ക തെരുവീതി, ആ കൊട്ടാരങ്ങളൊക്കെ കാണുമ്പോൾ കർത്താവേ ഞങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ വ്യത്യാസം വന്നു പോയല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കർത്താവിന്റെ വീണ്ടും കൊണ്ട് കാണിച്ചത് മനോഹരമായ സ്വർഗസന്ധി, ഒരു വലിയ ഹോളാ. അവിടെ നോക്കുമ്പോൾ അനേക കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്നു. അതായത് കർത്താവ് സ്വർഗത്തിലും കുഞ്ഞുങ്ങളുണ്ടോ? ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ നോക്കുമ്പോൾ നല്ല കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ, അനേക കുഞ്ഞുങ്ങളെ അവിടെ കാണാനുണ്ട്. അവർക്കൊക്കെ നല്ല സ്വർണ്ണ പീഠത്തിന് ഇരുത്തി അവരൊക്കെ പാട്ട് കേൾപ്പിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു, അങ്ങനെ അനേക കാര്യങ്ങൾ കണ്ടു. ഒട്ടനെ ഞാൻ ചോദിച്ചു, കർത്താവേ ഇതെങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെന്ന് ചോദിച്ചപ്പോൾ യേശു എന്നോട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞെ നിനക്കറിയാമോ ഇവിടെ ഈ ഭൂമിയിലുള്ള ആളുകൾ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എന്റെ സന്നിധിയിൽ എത്തുമെന്ന് പറഞ്ഞു. മാതാപിതാക്കൾ ഒരു നിമിഷത്തെ അവരുടെ സുഖത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ അവരുടെ മാനുഷിക താല്പര്യത്തിന് വേണ്ടി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചിന്തിക്കുമ്പോൾ അവരറിയുന്നില്ല ശത്രുവാണ് അവരുടെ ഹൃദയത്തിൽ ഇത് പ്രവർത്തിക്കുമെന്നും ആ കുഞ്ഞിനെ ഞാൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നെന്നും അത് വലുതായി എന്റെ പദ്ധതി അവിടെ മുറിയപ്പെടുവാണ്, ബ്രേക്കായി പോവാണെന്ന് കർത്താവ് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊണ്ട് എന്റെ വലിയ ഉദ്ദേശം, ആ പ്ലാൻ അവിടെ നടത്താൻ കഴിയാതെ കർത്താവ് ദുഃഖിക്കുന്നു. എന്നാൽ ആ കുഞ്ഞിനെ ഇതൊന്നും കേൾക്കാതെ, വചനം കേൾക്കാതെ, പ്രാർത്ഥിക്കാതെ ഒന്നും പോകുന്ന കുഞ്ഞുങ്ങൾ സ്വർഗ രാജ്യത്തിൽ ദൈവം അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം കർത്താവ് പറഞ്ഞു, കുഞ്ഞെ നീ മനസ്സിലാക്കണം, അബോർഷൻ അത് വലിയ പാപമാണ്, ഇറ്റ്സ് എ സിൻ എന്ന് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തുന്നു. ഈ പാപം ശരിക്കും അബോർഷൻ ചെയ്യുന്നത് ആ ഒരു ദൈവം എന്ന ജീവനെ കളയുവാൻ നമുക്ക് അവകാശമില്ല. തീർച്ചയായിട്ടും ജീവന്റെ നമുക്കൊരു ജീവൻ പോയി കൊടുക്കുവാൻ അറിയത്തില്ല. എന്നാൽ ദൈവം കൊടുത്ത ഈ ജീവനെ നമുക്ക് എടുത്തു കളയാൻ പറ്റരുത്.
ശരിക്കും ഒരു കൊലപാതകത്തിന് തുല്യമായ ശിക്ഷ നരകത്തിൽ കൊടുക്കുന്നുണ്ട് എന്നും എനിക്ക് ബോധ്യമായി. അത് കേട്ടപ്പോൾ, അത് കണ്ടപ്പോൾ കർത്താവ് എത്രമാത്രം നമ്മളിത് സ്നേഹിക്കുന്നെന്നും, എത്ര അമ്മമാർ ഇതൊന്നും അറിയാതെ ഈ പാപം, ഈ ഭ്രൂണ ഹത്യ എന്ന് പറഞ്ഞ പാപം ചെയ്തെന്നും കർത്താവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ സന്തോഷമുള്ളവരായിട്ടാണോ അവരുടെ സന്തോഷമാണ്, നിഷ്കളങ്കത, അത് പറഞ്ഞറിയിക്കാം. അവരെ ദൂതന്മാരാണോ അവരെ പരിചരിക്കുന്നത്? ദൂതന്മാരുമുണ്ട്. എന്നാൽ അവിടെ അനേകം ആളുകൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. മോളെന്താ അവിടെ കണ്ടത്? കുഞ്ഞുങ്ങളെ കഥകളും പാട്ടുകളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ പാട്ടുകൾ പാടി, ആ പാട്ടിനനുസരിച്ച് ആ കുഞ്ഞുങ്ങളെ തലയൊക്കെ ആട്ടി നല്ല സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ആ